ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ വേളിയെ പറ്റിയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായിട്ട് സൌരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൌഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് വേളിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു കാണും, ഇന്ത്യയിൽ ആദ്യമായിട്ട് സൌരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൌഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? വേളിയിലാണ്. വേളി തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയാണ്. കുസാറ്റിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ, ഇന്റർനാഷണൽ റാങ്കിംഗ് ആയ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്ത സർവകലാശാലകളിൽ കേരളത്തിൽ നിന്നുമുള്ള ഏക സർവകലാശാലയാണ് കുസാറ്റ്. അപ്പോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്ത സർവകലാശാലയിൽ കേരളത്തിൽ നിന്നുള്ള ഏക സർവകലാശാല. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർപ്പിട സമുച്ചയമാണ്. അതിന്റെ പേര് ക്യാപിറ്റൽ ഹിൽ എന്നതാണ്. കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിൽ നിലവിൽ വരുന്ന പാർപ്പിട സമുച്ചയമാണ് ക്യാപിറ്റൽ ഹിൽ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലാഡറിന്റെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിൽ നിലവിൽ വരുന്ന പാർപ്പിട സമുച്ചയമാണ് ക്യാപിറ്റൽ ഹിൽ. നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറ എന്ന സ്ഥലത്താണ് ക്യാപിറ്റൽ ഹിൽ നിലവിൽ വരുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് പ്രഥമ CV രാമൻപിള്ള നോവൽ പുരസ്കാരം. പ്രശസ്ത നോവലിസ്റ്റായ CV രാമൻപിള്ളയോടുള്ള സ്മരണാർത്ഥം കോഴിക്കോട് CV സാഹിത്യവേദിയും അതുപോലെ തന്നെ CV ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ പ്രഥമ CV രാമൻപിള്ള പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റായ ലത ലക്ഷ്മിയാണ്. അവരുടെ തിരുമുകൾ ബീഗം എന്ന നോവലിനാണ് പ്രഥമ CV രാമൻപിള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹോം ഷോപ്പിനെ പറ്റിയാണ്. അതിന്റെ പേര് ശ്രീ ഷോപ്പി എന്നതാണ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായിട്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹോം ഷോപ്പാണ് ശ്രീ ഷോപ്പി എന്നുള്ളത്. ഇത് ആരംഭിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ശ്രീ ഷോപ്പി എന്നുള്ളത് ഒരു ഹോം ഷോപ്പാണ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായിട്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹോം ഷോപ്പാണ് ശ്രീ ഷോപ്പി. ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇപ്പോ എറണാകുളം ജില്ലയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ്. അതിന്റെ പേര് ജീവൻ ധാര പദ്ധതി എന്നാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിനായിട്ട് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനും അതുപോലെ തന്നെ ജല അതോറിറ്റിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജീവൻ ധാര പദ്ധതി എന്നുള്ളത്. ജീവൻ ധാര പദ്ധതി എന്നുള്ളത് ഒരു ശുദ്ധീകരിച്ച കുടിവെള്ള വിതരണ പദ്ധതിയാണ്. കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ്. പാലക്കാട് ജില്ലയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കുടുംബശ്രീ ജില്ലാ മിഷനും അതുപോലെ തന്നെ ജല അതോറിറ്റിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജീവൻ ധാര പദ്ധതി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക് ന്യൂസ് പേപ്പറാണ്. ഈ ന്യൂസ് പേപ്പറാണ് ഈ പേപ്പർ. അതിന്റെ പേര് മലപ്പുറം വാർത്ത എന്നതാണ്. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രധാന അറിയിപ്പുകളും ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പേപ്പറാണ് മലപ്പുറം വാർത്ത എന്നുള്ളത്. ഓർമ്മിച്ച് വെച്ചിരിക്കുക, സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പേപ്പറാണ് മലപ്പുറം വാർത്ത എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിനെ പറ്റിയാണ്. 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് 2020-ലായിരുന്നു. 2020 ബംഗളൂരുവിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 107ാമത് എഡിഷൻ നടന്നത്. 108ാമത് എഡിഷൻ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുന്നത് 2022-ലാണ്. 2022-ലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് പൂനെയിലെ സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുന്നത് ഏത് വർഷമാണ്? 2021-ലല്ല, 2022-ലാണ്. അതിന് വേദിയാകുന്നത് പൂനെയിലെ സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ 2020 നടന്നത് 107ാമത് എഡിഷനായിരുന്നു. അത് നടന്നത് ബംഗളൂരുവിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യമായ നെതർലൻഡ്സിനെ പറ്റിയാണ്. യുനെസ്കോയുടെ സഹകരണത്തോടുകൂടി വേൾഡ് പ്രസ് ഫ്രീഡം കോൺഫറൻസിന് വേദിയാകുന്നത് നെതർലൻഡ്സ് ആണ്. അപ്പോൾ 2020 ഡിസംബറിലാണ് വേൾഡ് പ്രസ് ഫ്രീഡം കോൺഫറൻസ് നടക്കുന്നത്. യുനെസ്കോയുടെ സഹകരണത്തോടുകൂടിയാണ് നടക്കുന്നത്. അതിന് വേദിയാകുന്നത് യൂറോപ്യൻ രാജ്യമായ നെതർലൻഡ്സ് ആണ്. അങ്ങനെയെങ്കിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ, ലോക പത്രസ്വാതന്ത്ര്യ ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? മെയ് മാസം 3-ാം തീയതിയാണ്. 2020-ലെ പ്രമേയം ജേർണലിസം വിത്തൌട്ട് ഫിയർ ഓർ ഫേവർ എന്നതാണ്. ഇത് തന്നെയാണ്
വേൾഡ് പ്രസ് ഫ്രീഡം കോൺഫറൻസിന്റെയും പ്രമേയമാക്കിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ നമ്മൾ ആചരിക്കുന്നത് മെയ് മാസം 3, 2020 പ്രമേയം ജേർണലിസം വിത്തൌട്ട് ഫിയർ ഓർ ഫേവർ എന്നാണ്. നെതർലൻഡ്സിൽ വെച്ചിട്ടാണ് വേൾഡ് പ്രസ് ഫ്രീഡം കോൺഫറൻസ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നെതർലൻഡ്സിന്റെ ക്യാപിറ്റൽ ആംസ്റ്റർഡാം ആണ്. നെതർലൻഡ്സിന്റെ കറൻസി യൂറോ ആണ്. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രി മാർക്ക് റൂട്ട് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്ത് ആരംഭിച്ചൊരു പുതിയ സംരംഭമാണ്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് തെലങ്കാനയിൽ ആരംഭിച്ച പുതിയൊരു സംരംഭമാണ് ഋതു വേദിക എന്നുള്ളത്. ഓർമ്മിച്ചു വെച്ചിരിക്കുക, ഋതു വേദിക എന്നുള്ള സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച സംരംഭമാണ് ഋതു വേദിക എന്നുള്ളത്. തെലങ്കാനയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ഹൈദരാബാദ് ആണ്. തെലങ്കാനയുടെ മുഖ്യമന്ത്രി ശ്രീ ചന്ദ്രശേഖർ റാവു, ഗവർണർ ശ്രീമതി തമിഴിസൈ സൗന്ദരരാജനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ പറ്റിയാണ്. മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നത് ലക്ഷ്യമിട്ട് സ്വാമി ആത്മാനന്ദ് ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് ലക്ഷ്യമിട്ട് സ്വാമി ആത്മാനന്ദ് ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ റായ്പൂർ ആണ്. ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ശ്രീ ഭൂപേഷ് ബാഗലാണ്. ഗവർണർ ശ്രീമതി അനുസൂയ ഉഖയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അസം സംസ്ഥാനത്തെ ഖേത്രി എന്ന സ്ഥലത്തെ പറ്റിയാണ്. ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും സഹകരണത്തോടുകൂടി ഇൻഡോ ഇസ്രായേലി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് പ്രൊട്ടക്ടഡ് കൾട്ടിവേഷൻ നിലവിൽ വരുന്നത് അസമിലെ ഖേത്രിയിലാണ്. അപ്പോൾ ഇൻഡോ ഇസ്രായേലി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് പ്രൊട്ടക്ടഡ് കൾട്ടിവേഷൻ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. അസമിലെ ഖേത്രിയിലാണ്. അസമിന്റെ മുഖ്യമന്ത്രി നമുക്കറിയാം ശ്രീ സർബാനന്ദ സോനോവാലാണ്. ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ്. ഇസ്രായേലിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ജെറുസലേമാണ്. ഇസ്രായേലിന്റെ കറൻസി ഇസ്രായേലി ഷെക്കേലാണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയ സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഏഷ്യൻ ട്രസ്റ്റും ചേർന്ന് നൈപുണ്യ പരിശീലന രംഗത്ത് ആരംഭിക്കുന്ന പുതിയ സംവിധാനമാണ് സ്കിൽ ഇന്ത്യ ഇമ്പാക്ട് ബോണ്ട് എന്നുള്ളത്. ഓർമ്മിച്ചു വെച്ചിരിക്കുക, സ്കിൽ ഇന്ത്യ ഇമ്പാക്ട് ബോണ്ട് എന്ന സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഏഷ്യൻ ട്രസ്റ്റും ചേർന്നാണ്. NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ AM നായിക് ആണ്. അതുപോലെ തന്നെ 1 ലക്ഷം വനിതകൾക്ക് ഡിജിറ്റൽ സ്കിൽസ് പരിശീലനം ലഭ്യമാക്കുന്നതിനായിട്ട് മൈക്രോസോഫ്റ്റ് ഇന്ത്യയുമായിട്ട് ധാരണയിലായ സ്ഥാപനവും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ കൂടുതൽ പരിശീലനം നൽകുന്നത് ലക്ഷ്യമിട്ട് സ്ഥാപിതമായ ഇലക്ട്രോണിക്സ് സെക്ടർ സ്കിൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ CEO ആയിട്ട് നിയമിതനായിരിക്കുകയാണ് ശ്രീ PGV മേനോൻ. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, ഈ SSCIയുടെ CEO ആയിട്ട് നിയമിതനായിരിക്കുന്ന ആരാണ്? ശ്രീ PGV മേനോനാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് സെക്ടർ സ്കിൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ അജയ് ചൌധരിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. BCCIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് വിമൻസ് T20 ചാലഞ്ച് 2020. 2020 വിമൻസ് T20 ചാലഞ്ചിന് വേദിയാകുന്നത് UAE ആണ്. വിമൻസ് T20 ചാലഞ്ചിൽ പങ്കെടുക്കുന്ന ആകെയുള്ള ടീമുകളുടെ എണ്ണം 3 ആണ്. 2020 വിമൻസ് T20 ചാലഞ്ചിന്റെ ടൈറ്റിൽ സ്പോൺസർ ജിയോ ആണ്. അങ്ങനെയാണെങ്കിൽ IPLന്റെ ടൈറ്റിൽ സ്പോൺസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Dream 11 എന്ന ഒരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ വിമൻസ് T20 ചാലഞ്ച് 2020ന്റെ ടൈറ്റിൽ സ്പോൺസർ ജിയോ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമുല 1 കാർ റേസ് ആയ എമിലിയ റോ മാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2020 ടൈറ്റിൽ നേടിയിരിക്കുകയാണ് ബ്രിട്ടീഷ് കാർ റേസറായ ലെവിസ് ഹാമിൽട്ടൺ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 പുസ്തകങ്ങളാണ്. റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത 1-2 പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് പാൻഡിമോണിയം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാങ്കിംഗ് ട്രാജഡി എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് തമൽ ബന്ദ്യോപാധ്യായാണ്. അപ്പോ പാൻഡിമോണിയം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാങ്കിംഗ് ട്രാജഡി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? തമൽ ബന്ദ്യോപാധ്യായാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ടിൽ വി വിൻ ഇന്ത്യാസ് ഫൈറ്റ് അഗൻസ്റ്റ് COVID-19 പാൻഡമിക് എന്നുള്ളത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് 3 ഡോക്ടർമാർ ചേർന്നിട്ടാണ്. ന്യൂഡൽഹിയിലെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഡയറക്ടറായ ഡോക്ടർ രൺദീപ് ഗലേറിയയും അതുപോലെ തന്നെ ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിയെയും അതുപോലെ ഡോക്ടർ ഗഗൻദീപ് കാങ്ങും ചേർന്നിട്ടാണ് ടിൽ വി വിൻ ഇന്ത്യാസ് ഫൈറ്റ് അഗൻസ്റ്റ് COVID-19 പാൻഡമിക് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 തീയതികളാണ്. അതിലൊന്നാണ് എല്ലാ വർഷവും നവംബർ മാസം 1 വേൾഡ് വിഗാൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സസ്യാഹാരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വേൾഡ് വിഗാൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ മാസം 1 വേൾഡ് വിഗാൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. അതുപോലെ നവംബർ മാസം 2 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ദിനമാണ് ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഇംപ്യൂണിറ്റി ഓഫ് ക്രൈംസ് അഗൻസ്റ്റ്
ജേർണലിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം നൽകുന്നത് ലക്ഷ്യമിട്ട് ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഇമ്പ്യൂണിറ്റി ഓഫ് ഫോർ ക്രൈംസ് അഗൈൻസ്റ്റ് ജേർണലിസ്റ്റ് എന്ന ഡേ ആചരിക്കുന്നത് എന്നാണ്? നവംബർ മാസം 2-ാം തീയതിയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വരുന്നത് എവിടെയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, കേരളത്തിൽ ആദ്യമായി കണ്ണുകളിലെ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് ഓക്കുലർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്ന ആശുപത്രി ഏതാണെന്നുള്ളത്. അപ്പോ ഓക്കുലർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്ന ആശുപത്രിയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.